അന്ന് ഇതൊന്നും സ്വപ്നമല്ലെന്ന് നിനക്ക് മനസ്സിലാവും. കിനാവുകളുടെ ലോകത്തുനിന്ന് ഞങ്ങൾക്ക് പുഷ്പവൃഷ്ടി നടത്താൻ തയ്യാറായിരുന്നു. കിനാവ് കാണുന്നത് ഞാനല്ല മഞ്ജരി, നീയാണ്. നിന്റെ കിനാവുകൾ വെറും പകൽ കിനാവുകളാ. നീ കുറി വെച്ചെടുത്ത് നിന്റെ ഉന്നം പിഴയ്ക്കും മഞ്ജരി. അയ്യോ മേഘ്നെ, ഇപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ എല്ലാവരും വിശ്വസിക്കൂ. എന്റെ താളത്തിനൊത്ത് എല്ലാവരും തുള്ളും, അരുണിമാന്റെയും മിഥുനും അടക്കം. ഇനി ഞങ്ങളുടെ എൻഗേജ്മെന്റിന് നിനക്ക് ഒരിക്കലും വിലങ്ങുതടിയാവാൻ പറ്റില്ല. ഈ നിശ്ചയം ഒരിക്കലും നടക്കാൻ പാടില്ല. മിഥുനേട്ടനും മഞ്ജരിയും തമ്മിലുള്ള നിശ്ചയം നടന്നു കഴിഞ്ഞ പിന്നെ അത് മതി മഞ്ജരിയുടെ ജാതകം മിഥുനേട്ടന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. എന്റെ ഭഗവാനെ, എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണേ. എടാ മുതുകളവാ, വന്ന് കഴിക്കുന്നില്ലേ? കണ്ണു തുറക്കടോ. വിളിച്ചത് കേട്ടില്ലേ? തനിക്ക് വിശക്കുന്നില്ലേന്ന്. ഡോ കർദോരെ. എടാ, ഇയാൾക്കൊട്ട് സുഖമെന്ന് തോന്നല്ലോ. ആണോ? ആ ശരിയാണല്ലോ, പണിക്കർക്ക് സുഖമില്ലെന്ന് ഇപ്പൊ ആരോടെ പറയാ? മേഡത്തിന്റെ കാര്യം അറിയിക്കാം. ആ എന്നാ പിന്നെ അങ്ങനെയാ. ഹലോ ഹലോ മാഡം, നിങ്ങളുടെ പണിക്കർക്ക് ഒട്ടും തന്നെ സുഖമില്ല. നല്ല പനിയുണ്ടെന്ന് തോന്നുന്നു. എന്താ, പണിക്കർക്ക് പനിയാണെന്നോ? അതെ മാഡം. ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ? ആന്റി, എന്തു പറ്റി? ഭാർഗവ പണിക്കർക്ക് സുഖമല്ലാത്രേ. ഇപ്പൊ എന്താ ചെയ്യാ? അതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്. മേഘനെ, നമ്മൾ ആഗ്രഹിക്കുന്നൊന്നുമല്ലോ ആ ദൈവം തീരുമാനിക്കുന്നത്. നീയും ഇതിനെ ഒന്നിച്ച് ജീവിക്കുന്നത് കാണാൻ കൊതിച്ചിരിക്കുമ്പോഴാ ഓരോ ദിവസവും നിങ്ങൾ തമ്മിലുള്ള അകലിച്ച കൂടി വരുന്നത്. ഇനി നിങ്ങൾ ഒന്നിക്കുമെന്നുള്ള മോഹത്തിന് പോലും മങ്ങലേറ്റിരിക്കുന്നു. എനിക്കും ഒന്നും പിടികിട്ടുന്നില്ല മോളെ. അച്ഛനിപ്പം പറഞ്ഞതല്ലേ ഉള്ളൂ, നമ്മളൊന്ന് ആഗ്രഹിച്ച ദൈവം മറ്റൊന്ന് തീരുമാനിക്കുമെന്ന്. അപ്പൊ ഇതെല്ലാം ആ ദൈവത്തിന്റെ തീരുമാനമായിരിക്കണം. ദൈവത്തിന്റെ തീരുമാനങ്ങളെ അനുസരിക്കാൻ മാത്രമേ ഒരു നിർവാഹമുള്ളൂ. എന്റെ പൊന്നുമോളെ, നിന്നെ പോലെ ഇത്രയും നിസ്സംഗതയോടെ എനിക്കിതൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. നിന്റെ ഈ മനോശക്തി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. എന്ത് ചെയ്യാനാ അച്ഛമ്മേ? നമ്മളെ കൊണ്ടാവുന്നത് മാത്രമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കൈവിട്ട കളിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് മഞ്ജരിയുടെയും മിഥുനേട്ടന്റെയും എൻഗേജ്മെന്റ് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞാ അത് ദൈവത്തിന്റെ തീരുമാനമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ നിശ്ചയം നടന്നു കഴിഞ്ഞാ മിഥുനേട്ടന്റെ ജീവൻ അപകടമാണെന്നുള്ളത് സത്യം. അങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്നും മിഥുനേട്ടന് സുരക്ഷ ഏകണമെങ്കിൽ ഈ നിശ്ചയം നടക്കാൻ പാടില്ല. പാടില്ലെന്ന് നമ്മളിങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഈ എൻഗേജ്മെന്റ് നടത്തി അടങ്ങുള്ളൂന്നും പറഞ്ഞ് അരുണിമ ഇങ്ങനെ ഒറ്റക്കാലം നിൽക്കുമല്ലേ? മിഥുനെയും മഞ്ജരിയെ ഒന്നിച്ച് ജീവിപ്പിക്കുമെന്ന് ശപഥം ചെയ്തിരിക്കുക നിന്റെ അമ്മായിയമ്മ. അരുണിമയെ വിലക്കുന്നത് എങ്ങനെയാ? അവളാണെങ്കിൽ എന്റെ വാക്കിനോട്ട് വിലയും കൽപ്പിക്കില്ല. പിന്നെ ആരാ അവളോട് പറയാ? ഈ കാര്യത്തിൽ എന്തായാലും അച്ഛനും അച്ഛമ്മയും ഇടപെടാതിരിക്കുന്നത് തന്നെയാ നല്ലത്. മറിച്ച് എന്തെങ്കിലും ചെയ്ത അമ്മയുടെ മുന്നിൽ നിങ്ങൾ എല്ലാവരും ശത്രുക്കളാവും. അതിന്റെ പേരിൽ നിങ്ങളോടും അമ്മയ്ക്ക് വെറുപ്പ് തോന്നും. ഈ വീട്ടിൽ ഇപ്പൊ തന്നെ ബന്ധങ്ങൾക്ക് യാതൊരു വിലയും ഇല്ലാണ്ടായിരിക്കാം. ഇനി കുടുംബങ്ങൾ തമ്മിൽ മിണ്ടാതായ എങ്ങനെയാ? എന്നും പറഞ്ഞ് ഈ നടക്കുന്നൊക്കെ കണ്ടോണ്ട് നിൽക്കണമെന്നാണോ? ഞാൻ നോക്കിക്കൊള്ളാന്നേ പറഞ്ഞുള്ളൂ. എന്നെ കുറ്റവാളിക്കൂട്ടിൽ കയറ്റി നിർത്തിയതുകൊണ്ട് ഒരിക്കലും ഇനി അതിൽ നിന്ന് എനിക്കൊരു രക്ഷയുണ്ടാവില്ല. എത്ര കൊലപാതകം നടത്തിയാലും തൂക്കം ഒന്നേ ഉള്ളൂ. അപ്പൊ ഇനി ഒരു പഴികൂടി ചുമക്കുന്നത് എനിക്ക് പുത്തരിയല്ല. അതുകൊണ്ട് ഈ നിശ്ചയം മുടക്കാനുള്ള വഴി ഞാൻ തന്നെ കണ്ടെത്തിക്കൊള്ളാച്ച. നിന്റെ ഈ ആത്മവിശ്വാസമാണ് മോളെ ഞങ്ങൾക്ക് ഇപ്പൊ ധൈര്യം തരുന്നത്. പക്ഷേ നിന്നെ കൊണ്ട് പറ്റുമോ മോളെ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. വേറെ നിവൃത്തിയില്ലല്ലോ. മിഥുനേട്ടന്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് ഏതറ്റം വരെയും പോയേ പറ്റൂ. ഏട്ടന്റെ ജാതകദോഷം കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ എന്റെ ജീവൻ വരെ ഞാൻ പണയം കൊടുക്കും. അതിന്റെ ഒരു ഭാഗമാണ് നിശ്ചയവും. എന്ത് വന്നാലും ഞാനത് നടത്താൻ അനുവദിക്കില്ല. ശരി മോളെ, നീ എന്തെങ്കിലും പരിഹാരം കണ്ടെത്തും എന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ രണ്ടുപേരും സമാധാനത്തോടെ പോവാ.
എന്നെ വിശ്വസിക്കച്ചാ, ഞാൻ നോക്കിക്കോളാം. എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ആന്റി, ആ ഫോണിങ്ങ തന്നെ. അത് പിന്നെ അല്ലെങ്കിൽ തന്നെ പടി കിളവനയാള്. അപ്പൊ ആ പണിക്കരെ അങ്ങനെ തന്നെ വിട്ടാ ജീവൻ വരെ പോയെന്നിരിക്കും. അതുകൊണ്ട് നാളെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കോ. ചികിത്സിച്ച് ഭേദമാക്കിയിട്ട് വീണ്ടും കൊണ്ടുവന്ന് കെട്ടിയിട്ടേക്ക്. മനസ്സിലായല്ലോ? ആയിക്കോട്ടെ മാഡം, നാളെ തന്നെ അങ്ങേരെ കൊണ്ടുപോയിക്കോളാം. വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആ മുതുകിളവന്റെ ജീവൻ ഒരു അപകടവും സംഭവിക്കരുത്. കുറച്ച് കെയർഫുൾ ആയിരിക്കണം. ഓക്കെ മാഡം. ഈശ്വര, മേഘന് ഞങ്ങള് പറഞ്ഞത് വല്ലതും കേട്ടോ? എന്താ മേഘനെ, എന്തോ ഒരു നോട്ടം? നിന്റെ നിശ്ചയം നടക്കില്ല എന്നുള്ളത് ഒന്നുകൂടി നിന്നെ ഓർമ്മിപ്പിച്ചിട്ട് പോവാന്ന് കരുതി വന്നതാ. അവളെ കണ്ടില്ലേ? അവള് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കില്ലെന്ന് അറിഞ്ഞതും വാക്കുകൾ കൊണ്ട് നമ്മളെ തകർക്കാൻ നോക്കുക. അവളുടെ സ്വഭാവം നിനക്കറിയാലോ. കമന്ന് വീണാലും മൂക്കിയ മണ്ണ് പറ്റിയില്ലെന്ന് പറയും. എന്തോ മലമറിക്കുന്നുള്ള ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. ഇപ്പൊ മേഘനയുടെ അവസ്ഥ ഏതാണ്ട് അതൊക്കെ തന്നെയാ. എന്തായാലും ഈ പ്രാവശ്യം നീയും മിഥുനും തമ്മിൽ ഒന്നിക്കാൻ പോകുന്നത് തടയാൻ ആ ദൈവത്തിന് പോലും കഴിയില്ല. എടാ, മഞ്ചരിമേടാ കിളവനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിരിക്കുക. ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിടാൻ പറഞ്ഞു. ഇതിന്റെയൊക്കെ പുറകിൽ മഞ്ചരിയായിരുന്നോ? എന്തിനവൾ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തു? എന്തായാലും കൊള്ളാം. ഈ സത്യം എങ്ങനെയെങ്കിലും മേഘനെ അറിയിക്കണം. ഏതായാലും ബോധം പോയ പോലെയുള്ള എന്റെ അഭിനയം തുടരാം. ഹലോ. ഹലോ ചേച്ചി, പറയൂ ചരു. എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എന്താ ചരു? ചേച്ചിയോട് നേരിട്ട് പറയാം. നീ ഇപ്പൊ എവിടെ നിൽക്കുന്നെ? നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഉണ്ട് ചേച്ചി. ഞാനിപ്പോ ആ വീട്ടിലേക്ക് വരുന്നില്ല. ചേച്ചി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരാവോ? ഞാനിവിടെ പുറത്ത് തന്നെ കാത്തു നിൽക്കാം. വന്നതും കാര്യം പറയാം ചേച്ചി. ശരി ചരു, ഞാനിപ്പോ വരാം. മിഥുൻ, ഒന്നിങ്ങോട്ട് വായിരിക്കും. എന്താ മോം? എന്താ പ്രത്യേകിച്ച്? ഇന്ന് നീ ഓഫീസിലേക്ക് പോണ്ട മിഥുൻ. അതെന്താ മോം? നിശ്ചയത്തിന്റെ മുഹൂർത്തം കുറിക്കാനായിട്ട് തിരുമേനി ഇങ്ങോട്ട് വരുന്നുണ്ട്. നീയും കൂടി ഉണ്ടാവേണ്ടതല്ലേ, അതുകൊണ്ട് ഇന്ന് ഓഫീസിൽ വരില്ലെന്ന് പറഞ്ഞേക്ക്. ശരി മോം. ആന്റി, ഞങ്ങളുടെ എൻഗേജ്മെന്റിന്റെ മുഹൂർത്തം ഇന്നാണ് കുറിക്കാൻ പോകുന്നത്. അതേ മഞ്ജരി. താങ്ക് യു സോ മച്ച് ആന്റി. ആന്റി ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു ഡിസിഷൻ എടുക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചില കാര്യങ്ങൾ നമ്മൾ വച്ച് താമസിപ്പിക്കുന്നതാണ് തെറ്റ്. വൈകിക്കും തോറും പല അനിഷ്ടങ്ങളും നമുക്ക് സംഭവിച്ചെന്നിരിക്കും. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ എത്രയും പെട്ടെന്ന് ഇത് നടത്തുന്നത്. അതെന്തായാലും നന്നായി ചേച്ചി. ചിലരുടെ ബുദ്ധിഭ്രമം മാറണമെങ്കിൽ അവരെക്കാളും നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ചിന്തിക്കണം. ഇപ്പൊ നടക്കാൻ പോകുന്ന മിഥുന്റെ മഞ്ജരിയുടെയും നിശ്ചയം ഇവിടെ അതിബുദ്ധിയും കാണിച്ചുകൊണ്ട് നടക്കുന്ന ചിലർക്ക് തലക്കിട്ട് അടി കിട്ടിയത് പോലെയാവും. അവരൊക്കെ ചില കാര്യങ്ങൾ അറിഞ്ഞു പെരുമാറുന്നതായിരിക്കും നല്ലത്. ഈ നടക്കുന്ന നിശ്ചയത്തിന്റെ കാര്യം പുറത്താരും അറിയരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞതാണ്. ഇത് അവസാനത്തെ വാർണിംഗ് ആയിരിക്കും. കണ്ടും അറിഞ്ഞും പെരുമാറി അവരുടെ ഭാവിക്ക് കൊള്ളാം. അത് ശരി,
അമ്മ ഇത് ആരെ ഉദ്ദേശിച്ചാണാവോ ഇപ്പൊ പറഞ്ഞത്? മിഥുനേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയ അന്ന് തന്നെ ഈ കുടുംബത്തിന്റെ അന്തസ്സ് കാക്കേണ്ടത് എന്റെ കടമയായി സ്വീകരിച്ചവളാണ് ഞാൻ. ഡിവോഴ്സിന് അപ്ലൈ ചെയ്തു എന്ന് കരുതി എന്റെ കടമ ഞാൻ മറന്നിട്ടൊന്നുമില്ല അമ്മേ. ഈ കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കുന്നതൊന്നും ഞാൻ ചെയ്യില്ല. കയറി ചെല്ലുന്ന കുടുംബത്തെ മരണം വരെ കാത്തോളണമെന്നാണ് എന്റെ അപ്പൂപ്പൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭർത്തൃ വീട്ടുകാരെ എന്നെ ചവിട്ടി അരച്ചാലും അവരുടെ മാനം പോകുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കില്ല. അങ്ങനെ ചെയ്ത അപ്പൂപ്പന്റെ ആത്മാവ് എന്നോട് പൊറുക്കില്ല. അമ്മ പൂർവാധികം ധൈര്യമായിട്ടിരുന്നോളൂ. ഞാൻ കാരണം ഈ കല്യാണ നിശ്ചയത്തിന്റെ ചടങ്ങുകൾക്ക് ഒരു മുടക്കവും ഉണ്ടാവില്ല. അമ്മയ്ക്ക് എന്തും എന്നോട് എന്റെ മുഖത്തു നോക്കി പറയാനുള്ള അധികാരമുള്ളപ്പോ വെറുതെ എന്തിനാ വളച്ചു ചുറ്റി പറയുന്നത്? മേഘനെ, ആരോടെ നീ അധിക പ്രസംഗം നടത്തുന്നത്? നിന്റെ മുമ്പിൽ ആരാ ഇരിക്കുന്നെന്നുള്ളത് മറന്നുപോയോ? അതോ ഇനി അരുണിമേച്ചോട് നിനക്ക് ബഹുമാനം ഇല്ലാണ്ടായോ? അത് കൊള്ളാൻ ചെറുമേ. സത്യസന്ധത കൂടെയുള്ളപ്പോ ഞാൻ ആരെയാണ് പേടിക്കേണ്ടത്? ആർക്കിവിടെ എന്ത് സ്ഥാനം ഉണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് ചെറിയമ്മയുടെ സ്ഥാനം കളയാൻ നിൽക്കണ്ട. ചേച്ചി, അവള് പറഞ്ഞത് കേട്ടില്ലേ? അമ്മായി അമ്മയോട് യാതൊരു പേടിയില്ലാണ്ടായിരിക്ക. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പേരിലാണ് ഇപ്പൊ അവളുടെ വായിലിരിക്കുന്നത് ഞാൻ കേട്ടത്. യാതൊരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത മേഘനയുടെ ഈ പെരുമാറ്റത്തെ ഇനി അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇത് ബെല്ലും ബ്രേക്കും ഇല്ലാത്ത പെരുമാറ്റമല്ല. പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ വ്യക്തിത്വം ഞാൻ ആർക്കും അടിയറവ് വെച്ചിട്ടില്ലെന്ന്. എന്റെ ആത്മാഭിമാനത്തിന് ഭംഗമുണ്ടാവുന്ന രീതിയിൽ എന്ത് സംഭവിച്ചാലും ഇനി അവരെ എത്ര കൊമ്പത്തെ ആളാണെങ്കിലും അതിനുള്ള ഉത്തരം എന്തായാലും ഞാൻ തന്നിരിക്കും. മേഘനെ, നീ തർക്കുത്തരം പറയുന്നത് ആരോടാണെന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാ. ഈ വീട്ടില് എന്റെ മോമിനോട് ആരും എതിർത്ത് സംസാരിക്കാൻ പാടില്ല. അത് ഞാനും ചിലപ്പോ കണ്ടു നിന്നിരിക്കില്ല. നിന്റെ ഈ സ്വഭാവമാണ് ആദ്യം മാറ്റേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ മിഥുനേട്ടാ, ഞാൻ ആരെയും അപമാനിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. വെറുതെ ഒരു കുറ്റവാളിയുടെ കുപ്പായുടെ തണിയാൻ ഞാൻ തയ്യാറുമല്ല. വേണമെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി തീർത്തു പറഞ്ഞേക്കാം. ഒരു കാരണവശാലും ഞാൻ ഇവിടെ നടക്കാൻ പോകുന്ന നിശ്ചയത്തെക്കുറിച്ച് ആരോടും പറയില്ല. സമാധാനത്തോടെ കാര്യങ്ങൾ നടത്തിക്കും. ഡോക്ടറെ, ഒരു മിനിറ്റ്. പറഞ്ഞോളൂ. അദ്ദേഹത്തിന് ബോധം തെളിയുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് കണ്ണു തുറപ്പിച്ചാ മതി. അത് നിങ്ങൾ എന്നോട് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല. അത് ഞങ്ങളുടെ ഉത്തരവാദിത്ത. നിങ്ങളെന്താ ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോ? അദ്ദേഹം നല്ല ക്ഷീണിതനാ. ഭേദമാകാൻ കുറെ സമയമെടുക്കും. അതുവരെ നിങ്ങൾ ഇവിടെങ്ങാനും ഇരുന്നാ മതി. സിസ്റ്ററെ, ഈ സലയും കഴിഞ്ഞതും അടുത്ത ബോട്ടിൽ കയറ്റിക്കോ കേട്ടോ. ഓക്കെ ഡോക്ടർ. എടാ, മഞ്ചേരിമേട ഇയാളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിരിക്കുക. ഇത്രയും നാൾ എന്നെ തളച്ചിട്ടിരുന്നത്
മഞ്ജരിയാണെന്നുള്ള സത്യം അരുണിമയെ അറിയിക്കണം. മിഥുന് മറ്റാരുമായോ നിശ്ചയം നടക്കാൻ പോവുകയാണെന്നും പറയുന്നു. അങ്ങനെ ചെയ്താൽ മിഥുന്റെ ജീവൻ അപകടത്തിലാണെന്നുള്ളതും അരുണിമയെ അറിയിക്കണം. എടാ അയാളെ ഇവിടെ ഒന്നും കാണുന്നില്ലടാ. നീ ഇങ്ങ് വന്നേ. എടാ അയാൾ ഇവിടെ നിന്ന് മുങ്ങിയെന്നാ തോന്നേ. രക്ഷപ്പെട്ടടാ അയാള്. അധിക ദൂരം പോയിട്ടുണ്ടാവില്ല. എടാ നിക്കാൻ. നോക്കളാ നിക്കാനാ പറഞ്ഞേ. നിക്കടാ നിക്കാൻ. ഏയ് നിക്കടാടെ. എടാ വിടരുത് വിടരുത് വിടരുത്. നിക്കാനാ പറഞ്ഞേ. ക്ലവാ നിക്കാൻ നിക്കാൻ. എടാ നിക്കടാ നിക്കടാ നിക്കടാ. പിടിക്കേ പിടിക്കേ. അയാൾ അങ്ങോട്ടായിരിക്കും പോയിരിക്കാം. വന്നേ വന്നേ. ഓളെ മേഘനെ. പണിക്കിറങ്ങുന്നേ പണിക്കിറങ്ങുന്നേ. അയ്യോ എന്തു പറ്റി? അങ്ങുന്നെ വയ്യല്ലോ. അയ്യോ ആരും തള്ളിയിട്ടുണ്ടല്ലോ. ഇത്രയും നാൾ അങ്ങുന്ന എവിടെയായിരുന്നു? മോളെ മേഘനെ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പറയൂ പണിക്കിറങ്ങുന്നേ. എന്നെ ഇത്രയും നാളും തടവിലാക്കി വച്ചിരുന്നത് ആരാന്ന് അരുണിമയോട് പറയണം. ആരെ പണിക്കിറങ്ങുന്നേ? ആരെ പണിക്കിറങ്ങുന്നതിന് തടവിലാക്കിയത്? അത് മറ്റാരുമല്ല, അതവളാ. പണിക്കിറങ്ങുന്നേ 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 പണിക്കിറങ്ങുന്നേ. കണ്ണു തുറക്ക്. അയ്യോ അവര് പണിക്കിറങ്ങുന്നതിന് അന്വേഷിച്ചു വരാൻ തോന്നുന്നു. എടാ അയാൾ അവിടെ എങ്ങനെ ഉണ്ടോ നോക്കി. എത്രയും പെട്ടെന്ന് അച്ഛനെ വിവരം അറിയിക്കണം. എന്തു പറ്റി ഡോക്ടറെ? ഇപ്പൊ ഇദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? തലയ്ക്ക് പറ്റിയിരിക്കുന്ന പരിക്ക് ചെറുതല്ല, അതാ ബോധം കെട്ടുപോയത്. പ്രായാധിക്യം കൊണ്ട് ഇനി എപ്പോഴാ ബോധം തെളിയാന്നും പറയാൻ പറ്റില്ല. തൽക്കാലത്തേക്ക് ജീവൻ അപകടമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണോ? അതൊന്നും വേണ്ടച്ചാ. ഇദ്ദേഹത്തെ നമ്മളിപ്പോ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാ അത് വേറൊരു അപകടത്തിൽ ചെന്ന് അവസാനിക്കും. അതെന്തുകൊണ്ടാ മോളെ? ഇത്രയും നാളും പണിക്കിറങ്ങുന്നതിന് ആരൊക്കെയോ ചേർന്ന് തടവിലാക്കി വെച്ചിരിക്കുകയായിരുന്നു അച്ഛാ. പക്ഷെ അതിന്റെ പിന്നിൽ ആരാണെന്നോ അവരുടെ ഉദ്ദേശം എന്താണെന്നോ അദ്ദേഹം എന്നോട് പറഞ്ഞില്ല. കുഴഞ്ഞു വീണ് ബോധം പോകുന്നതിന് മുൻപ് പണിക്കർ അദ്ദേഹം എന്നോട് ഈ കാര്യത്തെക്കുറിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു.
ഇപ്പൊ ഇദ്ദേഹം രക്ഷപ്പെട്ടു എന്നറിഞ്ഞുകൊണ്ട് അവരാരും അടങ്ങിയിരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും പുറത്ത് അവർ ഇദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയായിരിക്കും. അത് മാത്രമല്ല, പണിക്കരങ്ങുന്നിന്റെ തലയ്ക്ക് പരിക്കേറ്റിട്ടുള്ള കാര്യവും അവർക്കറിയാവുന്നതാ. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഏതെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് സകല ഹോസ്പിറ്റലിൽ അവർ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരിക്കും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആവുമ്പോ ഇപ്പൊ ഇദ്ദേഹത്തെ ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതും ബുദ്ധിയല്ല ചാ. അത് ശരിയാണല്ലോ മോളെ. അത് നമ്മൾ തന്നെ ഇദ്ദേഹത്തെ അവരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുന്നതിന് തുല്യ. ജയദേവൻ സാറേ, എന്നെ കൊണ്ടാവുന്ന ഒരു സഹായം ഞാൻ ചെയ്തു തരാം. ഏതായാലും ഇദ്ദേഹത്തെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് മാറ്റണ്ട, അത് അപകടമാകും. ഇദ്ദേഹത്തെ ഈ പരുവത്തിലാക്കി തടവിലാക്കിയത് ആരാണെങ്കിലും അവരന്വേഷിച്ചു വരും. വീണ്ടും ഇദ്ദേഹത്തെ അവർ അപകടപ്പെടുത്താനും ശ്രമിക്കും. അതുകൊണ്ട് ഇദ്ദേഹത്തെ നമുക്ക് ഇവിടെ തന്നെ കിടത്താം, എന്നിട്ട് ഇവിടെ നിന്ന് തന്നെ ചികിത്സിക്കാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ജീവന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നിരുന്നാലും ബോധം തെളിയുന്നത് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ശരിയായ ചികിത്സയിലൂടെ പതുക്കെ പതുക്കെ ഇദ്ദേഹത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കണം. എന്തു പറയുന്നു? ഡോക്ടർ പറഞ്ഞതിലും കാര്യമുണ്ട്. തൽക്കാലത്തേക്ക് നമുക്ക് എങ്ങോട്ടേക്കും മാറ്റണ്ട, ഇവിടെ തന്നെ ചികിത്സിക്കാം. ജനാർദ്ദന, ഇദ്ദേഹം കുറച്ചുനാൾ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. ഇദ്ദേഹത്തെ നോക്കേണ്ടത് നിന്റെ ചുമതലയാ. ഒരു വിധത്തിലുള്ള അപകടവും ഉണ്ടാകാതെ നോക്കിക്കൊള്ളണം. ശരി സാറേ, ഞാൻ നോക്കിക്കോളാം. പിന്നൊരു കാര്യം വെച്ചാ, ഇതിലൊരു വലിയ റിസ്ക് ഉണ്ട്. എന്താ മോളെ ഇത്? ഇദ്ദേഹത്തെ തടവിലാക്കിയ വ്യക്തികൾക്ക് കൃത്യമായ എന്തോ ഒരു ഉദ്ദേശം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാ. ബോധം പോകുന്നതിന് മുൻപ് ആ വ്യക്തിയുടെ പേര് പറയാനും ശ്രമിച്ചതാ. മിഥുനേട്ടന്റെ അമ്മയെ കാണണമെന്നും പറഞ്ഞിരുന്നു. എന്തൊക്കെയോ വിശദമായിട്ട് സംസാരിക്കാനുണ്ടെന്ന്. പക്ഷെ എന്താണെന്നൊന്നും നമുക്കൊന്നും അറിയില്ലല്ലോ. ആരാ തട്ടിക്കൊണ്ടുപോയെന്ന് അറിയാൻ പറ്റിയാ മതിയായിരുന്നു. അതിന് നമ്മൾ ഇദ്ദേഹത്തിന്റെ ബോധം തെളിയുന്നത് വരെ കാത്തിരിക്കണം. പണിക്കരങ്ങെന്ന് പറഞ്ഞാലല്ലാതെ അവരാരാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്കാവില്ല അച്ഛാ. ആ പിന്നെ തിരുമേനി, ഒരു കാര്യം കൂടിയുണ്ട്. എന്താച്ചാ പറഞ്ഞോളൂ. ഈ നിശ്ചയം നടക്കുന്ന കാര്യം പുറത്താരും അറിയാതെ ശ്രദ്ധിക്കണം. തൽക്കാലം കുടുംബത്തിലുള്ളവര് മാത്രം അറിഞ്ഞാൽ മതി. അത് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? ഞാനായിട്ട് ആരോടും പറയാൻ പോണില്ല. എന്നാ പിന്നെ 2 ദിവസം കഴിഞ്ഞ് നല്ലൊരു മുഹൂർത്തം ഉണ്ട്, അതിങ്ങനെ ഉറപ്പിക്കട്ടെ. എന്നാ ആയിക്കോട്ടെ തിരുമേനി. എത്രയും പെട്ടെന്ന് ഈ നിശ്ചയം നടക്കുന്നത് തന്നെയാവും എല്ലാവർക്കും നല്ലത്. ആ തീയതി തന്നെ കുറിച്ചോളൂ. ആയിക്കോട്ടെ. അരുണിമാമേ, തീയതിയും സമയവും എല്ലാം കുറിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ വെച്ചോളൂ. എന്നാ ഞാൻ അറിയിക്കോട്ടെ. എന്നാ അങ്ങനെ ആയിക്കോട്ടെ തിരുമേനി. ആതിരെ, ഇപ്പൊ നിനക്ക് സമാധാനായല്ലോ? എനിക്ക് സന്തോഷമായി അരുണിമേ. പക്ഷെ യഥാർത്ഥത്തിൽ ഇതൊരു അരസന്തോഷം. അതെന്തുകൊണ്ടാ? ഇങ്ങനെ തിരുമേനി വരുന്നതും തീയതി മുഹൂർത്തം കുറിക്കുന്നതും പലവട്ടം ഇവിടെ നടന്നിട്ടുള്ളതാ. അതുകൊണ്ട് തന്നെ ഇത്തവണയും മുടക്കം വരുമെന്ന് ചെറിയൊരു പേടിയുണ്ട്. ഇതൊന്നും നടന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ശരിക്കും സമാധാനിക്കാനാവൂ. ആതിരെ, ഇനി നീ അതൊക്കെ ഞങ്ങൾക്ക് വിട്ടു തന്നേക്ക്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ആരുടെയും വെച്ച് ഒരു കാര്യം വിചാരിച്ചാ അത് നടത്താതെ അടങ്ങിയിരിക്കില്ല. ആ വിശ്വാസത്തിലാ ഞാനും. പക്ഷെ മനസ്സിൽ എന്തൊക്കെയോ ദുസൂചനകൾ. നിശ്ചയം കഴിയുന്നത് വരെ ഒരു തടസ്സങ്ങളും ഉണ്ടാകാതിരുന്നാൽ മാത്രമേ എന്റെ മോളുടെ ഭാവി സുരക്ഷിതമായെന്ന് വിശ്വസിക്കാനാവൂ. പിന്നെ എന്റെ മോളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് എനിക്കൊരു പേടി ഉണ്ടാവില്ല. വിഘ്നങ്ങളൊന്നും ഉണ്ടാകരുതെന്ന് ആ ദൈവത്തോടുള്ള എന്റെ പ്രാർത്ഥന. ഡോണ്ട് വറി ആതിരെ, നമ്മൾ തീരുമാനിച്ച പോലെ കാര്യങ്ങൾ നടക്കും. കഴിഞ്ഞുപോയ സംഭവങ്ങളൊന്നും ഇനി ഒരിക്കലും ഇവിടെ ആവർത്തിക്കില്ല. ഞാൻ ഉറപ്പു തരുന്നു.
ഈ കല്യാണ നിശ്ചയം ഇവിടെ നടന്നിരിക്കും. മഞ്ജരി, ഇനി 2 ദിവസം, അത് കഴിഞ്ഞ മിഥുൻ നിന്റേതാ. വേണ്ടാത്ത ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. എന്നിട്ട് ഈ എൻഗേജ്മെന്റിന് വേണ്ടി ഒരുങ്ങിക്കോ. ആയിക്കോട്ടെ ആന്റി. മിഥുൻ, ഒരുപാട് നാളായി ഈ ഒരു വേളയ്ക്ക് വേണ്ടി നീയും കാത്തിരിക്കാന്ന് എനിക്കറിയാം. നിങ്ങളുടെ കാര്യത്തിനൊരു തീരുമാനമായെങ്കിൽ മാത്രമേ എനിക്കിനി സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റൂ. ആനയാണ് ചേനയാണ് വലിയ സംഭവമാണെന്നൊക്കെ വീരവാദം പറഞ്ഞവളുടെ നാവിറങ്ങി പോയെന്ന് തോന്നുന്നല്ലോ.